നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മെത്തേഡ്സിലെ ലീഡുകൾ ഒരു ഓട്ടോമേഷൻ ടൂൾസിൻ്റെ ഹെൽപ്പില്ലാതെ നമുക്ക് എങ്ങനെ ഡയറക്റ്റ് ഗൂഗിൾ ഷീറ്റിലേക്ക് ഓട്ടോമേറ്റ് ചെയ്യാം എന്നതാണ്. ഞാനിതിൽ ആപ്പിലാണ് റെക്കോർഡ് ചെയ്തത്, അതുകൊണ്ട് ഫുൾ സ്ക്രീനായിട്ടാണ് ഇത് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ഫുള്ള് കിട്ടാൻ വേണ്ടി. ഫോണൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കും. ഇതിനായി ആഡ്സ് മാനേജർ വരിക. അവിടെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോംസ് എല്ലാം കാണാം. ഇതിൽ CRM സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ഞാൻ ഇത് സെറ്റപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇത് ഓട്ടോമേറ്റ് ചെയ്തേക്കുന്ന ഷീറ്റാണ്. അപ്പോൾ ഞാൻ വേറെ അക്കൗണ്ട് യൂസ് ചെയ്ത് കാണിച്ചു തരാം. നോർമലി നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫോം എടുത്ത് അതിൽ CRM സെറ്റപ്പ് എടുത്താൽ ഇങ്ങനെയായിരിക്കും ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗൂഗിൾ ഷീറ്റ് സെലക്ട് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോവുക. എന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് കണക്ട് ചെയ്തേക്കുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയിട്ട് സെറ്റിംഗ്സ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നേരെ താഴേക്ക് വരിക. ഇവിടെ ബിസിനസ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്തെങ്കിലും കണക്റ്റഡ് ആയെങ്കിൽ ഇവിടെ ആക്റ്റീവ് എന്നും പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഇങ്ങനെ തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇത് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ CRM സെറ്റപ്പ് എടുത്തിട്ട് ഇതിൽ ഗൂഗിൾ ഷീറ്റ് കൊടുക്കുക, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. നമ്മൾ ഇതുവരെ ഓട്ടോമേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്, ന്യൂ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ്. ഇതിലിപ്പം ഞാനെങ്കിൽ ആക്റ്റീവായിട്ട് ലീഡ് ഫോം ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ അക്കൗണ്ടിന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഓൾറെഡി ഓട്ടോമേഷൻ ചെയ്തേക്കുന്ന ഷീറ്റുകളാണ്. ഇപ്പം നിങ്ങൾക്ക് അടുത്ത ഒരെണ്ണം ചെയ്യണമെങ്കിൽ ജസ്റ്റ് ന്യൂ ഇൻറ്റഗ്രേഷൻ കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിലേക്കാണ് നിങ്ങൾക്ക് ഡേറ്റ വേണ്ടതെന്നുള്ളത്. ജസ്റ്റ് അവിടെ പോയിട്ട് നിങ്ങൾ ഈ URL ഒന്ന് കോപ്പി ചെയ്തേക്കുക. അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ എക്സ്ട്രാ നമ്മൾ ഷീറ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നതായിരിക്കും. നമുക്ക് ഏത് ലീഡ് ഫോമിൽ നിന്നാണ് ലീഡ്സ് വേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ലീഡ് ഫോം സെലക്ട് ചെയ്യുവാണ്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലീഡ് ഫോമിലെ ഡേറ്റാസ് എല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓൾറെഡി നിങ്ങൾ നേരത്തെ ക്യാമ്പയിൻ ചെയ്തതാണ്, ആ ലീഡ്സ് എല്ലാം വന്നു തുടങ്ങി. അതിനുശേഷമാണ് നിങ്ങൾ ഓട്ടോമേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പഴയ ലീഡും കൂടി നിങ്ങൾക്ക് ആ ഷീറ്റിൽ കിട്ടുന്നതായിരിക്കും. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻഡ് ബട്ടൺ കൊടുത്ത് ലീഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്, വരുന്നുണ്ടോ അറിയാൻ വേണ്ടി. തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണ്. ക്രിയേഷൻ ഡൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ഇൻ കേസ് ഇത് ലോഡ് ആവാൻ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് പോയി ഗൂഗിൾ ഷീറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓൾറെഡി ഇവിടെ ലീഡ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ലീഡ്സ് എല്ലാം ഇവിടെ ഈ ഗൂഗിൾ ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ലോഡായി നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഈ ഷീറ്റിലേക്കാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്തത്. നമുക്കൊന്ന് വ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, ആ ലീഡ്സ് എല്ലാം നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് ഓട്ടോമേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ക്യാമ്പയിനിൽ ആര് ലീഡ് സബ്മിറ്റ് ചെയ്താലും ഡയറക്റ്റ് അറ്റ് എ ടൈമിൽ തന്നെ ഗൂഗിൾ ഷീറ്റിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു കാരണവശാൽ ഈ ഫോം ഡയറക്റ്റ് സെയിൽസ് ടീമിന് അയച്ചു കൊടുക്കില്ല. ഇവിടെ വരുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ കാര്യം, ഇതിൽ ഒത്തിരി ഡേറ്റാസ് ഉണ്ട്. ക്യാമ്പയിൻ നെയിം, ക്യാമ്പയിൻ ID, ഫുൾ ഡേറ്റാസ് ഉണ്ട്. ഒന്നാമത് അവർക്ക് ഇത് കാണുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആവും. പിന്നെ ഇതിൽ ഡേറ്റാസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഓട്ടോമേഷൻ ബ്രേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഡേറ്റാസ് മാത്രം ഗൂഗിൾ ഷീറ്റിലെ ഇമ്പോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ഒരു ഷീറ്റ് നിങ്ങൾക്ക് ക്ലയൻറ്റിന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് റേഞ്ച് യൂസ് ചെയ്തുകൊണ്ട് ഇതേ രീതിയിൽ നമ്മുടെ ക്ലയൻറ്റിന് ഡേറ്റാസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും.